വെൽക്കം ബാക്ക് ടു മല്ലു ഫുട്ബോൾ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് FA കപ്പിൽ നടക്കുന്ന 5ാമത്തെ റൗണ്ട് മത്സരങ്ങളെ കുറിച്ചാണ്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നലെ നടന്ന മത്സരത്തിൽ ആസ്റ്റൺ വില്ല 2-0 കാർഡിഫ് സിറ്റിയെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ മാച്ച് നോക്കിക്കഴിഞ്ഞാൽ സിറ്റിയുമായിട്ടുള്ള ഒരു മത്സരം എനിക്ക് തോന്നുന്നു വളരെ ഈസി ആയിട്ട് മാൻ സിറ്റി പ്ലേമൗത്തിനെതിരെ വിജയിക്കുന്നൊക്കെ പ്രതീക്ഷയാണ്. പക്ഷേ ഫസ്റ്റ് ഹാഫില് പ്ലേമൗത്ത് ശരിക്കും പറഞ്ഞാൽ സിറ്റി ഒന്ന് വിറപ്പിച്ചു. പക്ഷേ സെക്കൻഡ് ഹാഫിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് സിറ്റി വിജയിക്കുകയും ചെയ്തു. 3-1 ഒരു സ്കോറാണ് ഫൈനലിൽ നമ്മൾ കണ്ടത്. ഇന്നത്തെ മാച്ചിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 29ഓളം ചാൻസുകൾ മാൻ സിറ്റി ക്രിയേറ്റ് ചെയ്തു. വളരെ ഈസി ആയിട്ട് ജയിക്കേണ്ട ടാപ്പിംഗ് ചാൻസ് ഒക്കെ ഒരുപാട് പ്രാവശ്യം സിറ്റിക്ക് കിട്ടി. എന്നാൽ സിറ്റിയെ ഞെട്ടിച്ചുകൊണ്ട് പ്ലേമൗത്താണ് ആദ്യം സ്കോർ ചെയ്യുന്നത്. അവർ ഒഫൻസീവ് സ്റ്റാറ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ചാൻസ് മാത്രമേ ഈ മാച്ചിൽ അവർ ക്രിയേറ്റ് ചെയ്തു. സെറ്റ് പീസ് ആയിരുന്നു. അതിൽ മാക്സി ഒരു ഹെഡറിലൂടെ ഒരു അടിപൊളി ഗോൾ സ്കോർ ചെയ്തു. അങ്ങനെ 1-0 പ്ലേമൗത്ത് ആദ്യം മുമ്പിലെത്തുകയാണ്. ഈ ഒരു ടീമിനെ വെച്ചിട്ട് സിറ്റിക്കെതിരെ 90 മിനിറ്റ് പിടിച്ചിരിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഡിഫെൻസീവ്ലി ഫസ്റ്റ് ഹാഫ് ഒക്കെ പ്ലേമൗത്ത് നന്നായിട്ട് തന്നെ കളിച്ചു എന്ന് പറയേണ്ടി വരും. യങ്സ്റ്റർ ആയിട്ടുള്ള ഓറേലിയുടെ പെർഫോമൻസ് എടുത്തു പറയണം. പുള്ളി ഇന്ന് 2 സെറ്റ് പീസിൽ നിന്ന് 2 ഗോളുകൾ അടിച്ചുകൊണ്ട് ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു തിരിച്ചുവരവ് സിറ്റിക്ക് ഒരുക്കി കൊടുത്തു എന്ന് പറയേണ്ടി വരും. അവസാനം കെവിൻ ഡിബ്രോയിന്റെ ഒരു ഗോൾ കൂടി വന്നതോടെ കളി പൂർത്തിയായി 3-1 സ്കോറിലേക്ക് സിറ്റി എത്തുകയും ചെയ്തു. ഒഫൻസീവ്ലി ബോളുമായിട്ട് മുമ്പോട്ട് പോകാൻ ശരിക്കും പറഞ്ഞാൽ പ്ലേമൗത്തിന് പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. അവരുടെ ഹാഫ് തന്നെയാണ് ഏകദേശം കളി നടന്നത്. ഇപ്പൊ മിസ് ചെയ്ത ചാൻസുകൾ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഫോർഡിന് ചാൻസുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹാലണ്ട് ഇറങ്ങിയതിന് ശേഷം പുള്ളിക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഗുണ്ടുവനാണ് 3-4 ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്തിട്ടുള്ളത്. പിന്നെ 1-2 സെറ്റ് പീസ് ഹെഡറും ഹസാഡ് ക്ലിയർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ കളി അവസാനിക്കുമ്പോൾ 3-1 സിറ്റി 6ാമത്തെ റൗണ്ടിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. ഇപ്പൊ മറ്റ് മത്സരങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വോൾസും ബോൺമൗത്തുമായിട്ടുള്ള മത്സരം പെനാൽറ്റി വരെ എത്തി. അവസാനം ശരിക്കും പറഞ്ഞാൽ വോൾസിന് ജയിക്കാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. പെനാൽറ്റിയിൽ അവരത് കളഞ്ഞു കുളിച്ചു. ബോൺമൗത്ത് തിരിച്ചു വന്ന് 5-4 പെനാൽറ്റിയിൽ വിജയിക്കുകയും ചെയ്തു. മറ്റൊരു മത്സരത്തിൽ ക്രിസ്റ്റൽ പാലസ് 3-1 മിൽവാളിനെ പരാജയപ്പെടുത്തി. അപ്പോ നാളെ നടക്കാൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ EPL ഒരു കോമ്പറ്റീഷൻ തന്നെയാണ്. ന്യൂകാസിൽ വേഴ്സസ് ബ്രൈറ്റൺ, അതുകൂടാതെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ഫുൾഹാം. 2 മത്സരവും എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. ഇപ്പോ ഈ വർഷത്തെ ട്രോഫി ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ സിറ്റിയെ സംബന്ധിച്ചിടത്തോളം FA കപ്പ് മാത്രമാണ് കയ്യെത്തും ദൂരത്തുള്ള ഒരു ഓപ്ഷൻ. അത് വിട്ടുകൊടുക്കാൻ പെപ്പ് എന്തായാലും തയ്യാറാവില്ല എന്നാണ് ഇന്നത്തെ പെർഫോമൻസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത്. കാരണം അവരൊരു നല്ല സ്ക്വാഡിനെ തന്നെയാണ് പ്ലേമൗത്തിനെതിരെ ഇന്ന് കളിക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോ ബെഞ്ച് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ കളി ചേഞ്ച് ചെയ്യാനുള്ള പ്ലേയേഴ്സ് ഒക്കെ ബെഞ്ചിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ നാളത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ബ്രൈറ്റൺ ഫോമിലേക്ക് തിരിച്ചു വരികയാണ്. എന്നാൽ ന്യൂകാസിൽ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം അമോരത്തിന് പ്രൂവ് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണിത്. ഫുള്ളാമിനെ തോൽപ്പിച്ച് അടുത്ത റൗണ്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ FA കപ്പിന്റെ ഫൈനൽ വരെയൊക്കെ എത്താനുള്ള ഒരു ഓപ്ഷൻ ശരിക്കും പറഞ്ഞാൽ യുണൈറ്റഡിന്റെ മുമ്പിൽ തുറന്നു വരുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.